സ്ഥാപക ഡയറക്ടർ അജി കൃഷ്ണനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് HRDS. പരാതിക്കാരന്റെ ലക്ഷ്യം HRDS തകർക്കുകയാണെന്നും അച്ചടക്ക നടപടി എടുത്തതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയാണെന്നുമാണ് HRDSന്റെ വിശദീകരണം. നിലവിൽ അജി കൃഷ്ണനെതിരെ കള്ളപ്പരാതി കേരളത്തിലെ വൈറൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിവാദം മറയ്ക്കാനാണെന്നും HRDS പ്രൊജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണൻ ആരോപിച്ചു. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുൻ ജീവനക്കാരനായിരുന്ന സജി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ഞങ്ങൾ നിഷേധിക്കുക. അതിലൊരു തരുമ്പും വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. അതായത് HRDSനെ തകർക്കാമെന്നോ അയാളുടെ ലക്ഷ്യം. അതായത് ഇക്കഴിഞ്ഞ മാസത്തെ ശമ്പളം വരെ വാങ്ങിയ ഒരു എംപ്ലോയിയാണ്. ഈ ആഫീസിനുള്ളിലുണ്ടായ ചില പ്രശ്നങ്ങൾ, ഇൻറ്റേർണലായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആഫീസിൻ്റെ ഒരു അന്തരീക്ഷത്തെ ആകെ തകർക്കുന്ന സാഹചര്യം, ഇതിൻ്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന തരത്തിൽ വന്നപ്പോഴാണ് അയാളെ ടെർമിനേറ്റ് ചെയ്ത് നോട്ടീസ് കൊടുത്തത്. അജി കൃഷ്ണനെതിരായ ആരോപണങ്ങളെല്ലാം ഈ HRDS ന്യായീകരിക്കുകയാണല്ലോ അല്ലേ അഭിനന്ദൻ? ഇപ്പൊ നിലവിൽ HRDSന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം അതിലെന്തൊക്കെയുണ്ട്? റോഷ്നി, കഴിഞ്ഞ ദിവസമാണ് HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരെ പോക്സോ കേസ് ഉയർന്നത്. പിന്നാലെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. HRDSന്റെ തന്നെ ഒരു ജീവനക്കാരന്റെ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലേക്ക് ഒരു കേസ് എടുക്കുകയും പിന്നാലെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തത്. ഇന്നാണ് ഇപ്പോൾ പിതാവ് തന്നെ, ഈ പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് ചില തുറന്നു പറച്ചിൽ നടന്നിരിക്കുന്ന ചില ആരോപണങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് HRDSനെതിരെ ഉയർത്തിയിരിക്കുന്നത്. BJP RSS പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇവിടെ ബന്ധമുണ്ടെന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള അവകാശവാദം